താൻ ജീവനോടെ ഉണ്ട് എന്ന് ഇനിയും വിശ്വസിക്കാനാകുന്നില്ല. വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേയൊരു യാത്രക്കാരൻ വിശ്വാസ് കുമാർ രമേശ് പറഞ്ഞു. ഇടറിയ വാക്കുകളോടെയായിരുന്നു അപകടത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ചികിത്സയിലുള്ള വിശ്വാസ് കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലെത്തി കണ്ടു. അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ 11A നമ്പർ സീറ്റ് വിശ്വാസ് കുമാർ രമേശ് മറക്കാനിടയില്ല. സ്വന്തം കൺമുൻപിൽ എല്ലാം ചാരമായ നിമിഷം ജീവിതത്തിലേക്കുള്ള വാതിൽ അവിടെ നിന്നായിരുന്നു തുറന്നത്. റൺവേയിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഒരു നിമിഷം നിശ്ചലമായി. വിമാനത്തിന്റെ ക്യാബിനിൽ പച്ചയും വെള്ളയും ലൈറ്റുകൾ തെളിഞ്ഞു. സെക്കൻഡുകൾ കൊണ്ട് വിമാനം താഴേക്ക് പതിച്ചു. टेक ऑफ के बाद 1 मिनट के अंदर ही जब टेक ऑफ हुआ ना तो सडनली 5-10 सेकंड कैसे लगा जैसे स्टक हो गया वो. बाद में से मेरे को लगा कि कुछ हुआ. बाद में प्लेन में लाइट ऑन हो गई, ग्रीन और व्हाइट. बाद में वो पता नहीं वो प्लेन टेक ऑफ ज्यादा करने के लिए वो रेस तो बोलते हैं क्या रेस दिया होगा ऐसा कुछ, और सीधा स्पीड में ही घुस गया. കെട്ടിടത്തിൽ വിമാനം ഇടിച്ചിറങ്ങിയതോടെ തകർന്ന എക്സിറ്റ് ഗേറ്റിലൂടെ പുറത്തേക്ക് ചാടി. വിമാനത്തെ വിഴുങ്ങിയ തീയിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടൽ. ഇടറിയ വാക്കുകളോടെയാണ് വിശ്വാസ് കുമാർ സാഹചര്യത്തെ വിശദീകരിച്ചത്. ജീവൻ എങ്ങനെ തിരിച്ചു കിട്ടിയെന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൺമുൻപിൽ എല്ലാം ചാരമാകുകയായിരുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ മാത്രം ജീവനോടെ ബാക്കി. वो मेरे नजरों के सब सामने हुआ था. मेरे खुद को भी बिलीव नहीं होता कि मैं कैसे उसमें से जिंदा बाहर निकला. थोड़ा टाइम लिए कि तो मेरे को लगा था कि मैं भी मरने वाला हूँ, लेकिन जब मेरी आँख खुल के मैं देखा ना तो मुझे लगा मैं जिंदा हूँ. तो मैंने ट्राई किया, जब मेरी सीट थे वो मेरी बेल्ट निकाला, मैंने वो ट्राई किया जहाँ से निकल सकता वहाँ से. मैं निकल गया वहाँ से. मेरे नजरों के सामने एयर होस्टल और दूसरे आंटी अंकल सभी उसमें मेस हो गए थे सभी. അഹമ്മദാബാദ് ആശുപത്രിയിൽ കഴിയുന്ന വിശ്വാസ് കുമാർ രമേശിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സന്ദർശിച്ചു. അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് വിശ്വാസ് കുമാറിന് കരകയറാൻ ആയിട്ടില്ല. ആർ അച്യുതൻ, 24, ഡൽഹി.